ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? GST 2.0 വന്നാൽ എന്തായിരിക്കും ഫലം? പലചരക്കുകൾക്ക് മുതൽ കാറിന് വരെ വില കുറയുമോ? സ്വർണം EMI-യിൽ കിട്ടുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. GST ഇളവ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ചരിത്രപരമാണ്. പലചരക്കുകൾ മുതൽ കാറിന് വരെ വില കുറയും. എന്നാൽ ആശങ്കകളുമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഇത് കൊടും ബാധ്യതയാകുമെന്നാണ് ഒരാക്ഷേപം. തുടക്കത്തിൽ കിട്ടുന്ന ഇളവുകൾ ഭാവിയിൽ ഭാരമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. GST 2.0 വന്നാൽ എന്ത് സംഭവിക്കും? സംസ്ഥാന സർക്കാരുകൾ GSTയുടെ വിഹിതം ഇത്ര കിട്ടും എന്നുള്ള നിലയിലാണ് അവരുടെ പല പ്ലാനുകളും ബഡ്ജറ്റുകളുമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ബഡ്ജറ്റും പ്ലാനും എല്ലാം തെറ്റും. അവർ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വേറെ സോഴ്സുകൾ തേടേണ്ടി വരും. തീർച്ചയായിട്ടും അത് റോഡ് ടാക്സോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗ് ടാക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള ടാക്സുകളിലേക്ക് ആ തുക കാണേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ കുറവ് അവിടെ കൂടുമ്പോൾ ജനങ്ങൾക്കത് കൂടുതൽ ബാധ്യതയാകും. അപ്പോൾ ഫലത്തിൽ മാത്രവുമല്ല, ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇടയിൽ വെച്ച് ഇത്രയും കാതലായ ചേഞ്ചസ് പ്രായോഗികമല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നികുതിദായകർക്കുണ്ടാവും, സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടാവും. തീർച്ചയായിട്ടും അത് ജനങ്ങളെയും ബാധിക്കും. 7 വർഷം മുമ്പ് നടപ്പിലാക്കിയ ഇന്ത്യയുടെ GST സംവിധാനത്തിൽ പരിഷ്കരണം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. GST 2.0 എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. നികുതി സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും നിരക്ക് കുറയ്ക്കുന്നതിനുമാണ് പുതിയ പരിഷ്കരണം ശ്രദ്ധ പുലർത്തുന്നത്. മരുന്നുകളുടെയും നിത്യോപസാധനങ്ങളുടെയും നിരക്കുകളിലാണ് പ്രധാനമായി മാറ്റം വരുന്നത്. എന്നാൽ പുതിയ മാറ്റം പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇപ്പോൾ പലരും ഭാവന ചെയ്യുന്ന പല പദ്ധതികളും GST കൗൺസിലിൽ 3-ാം തീയതിയും 4-ാം തീയതിയും നടക്കുന്ന ചർച്ചകളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പരത്തുന്നത് പോലെയുള്ള വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അതുകൂടാതെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നികുതി നിരക്കിൽ GST കൗൺസിലിൽ വിപുലമായ ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനമല്ല GST കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപാട് നിയമപരമായ പ്രശ്നങ്ങളും അതിനുശേഷം ഉണ്ടാകും. 5%, 12%, 18%, 28% എന്നിങ്ങനെ ഇന്ത്യയുടെ GST 4 പ്രധാന സ്ലാബുകൾക്ക് കീഴിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശമനുസരിച്ച് പലതിനും 5%, 18% ആയിരിക്കും നികുതി ചുമത്തുന്നത്. നികുതിയിൽ കുറച്ച ആ ആനുകൂല്യം മാത്രമേ കൺസ്യൂമർക്ക് പാസ് ഓൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. 3-4 മാസം കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില അവർക്ക് കൂട്ടാം. അങ്ങനെ കൂട്ടി വരുമ്പോൾ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം വലിയ മെച്ചമൊന്നും കിട്ടില്ല. ഇപ്പോൾ അടുത്ത സമയത്ത് പലരും കാറ് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് വാങ്ങാൻ പോകുന്നു. അതിനിപ്പോൾ 28% അപ്പോൾ സെപ്റ്റംബർ മാസമോ അല്ലെങ്കിൽ ഒക്ടോബർ മാസമോ വരെ വെയിറ്റ് ചെയ്താൽ 28% പകരം 18% കൊടുത്താൽ പോരെ, അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തത്വത്തിൽ അത് ശരിയാണ്. പക്ഷേ 4-ാം തീയതി നടക്കുന്ന GST കൗൺസിലിൻ്റെ തീരുമാനം വരാതെ ഇപ്പോൾ ഊഹാഭോഗത്തിൻ്റെ ഫലമായി
നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ കൊണ്ടൊന്നും ഈ ബെനഫിറ്റ് കിട്ടുമോ എന്ന് പറയാൻ സാധിക്കില്ല. സ്വർണം EMI വഴി വാങ്ങിയാലോ? സ്വർണത്തിന്റെ GST കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. പച്ചക്കൊടി വീശിയാൽ ഉപഭോക്താക്കൾക്ക് കോളടിക്കും. നിലവിൽ സ്വർണത്തിന് 3% GST ഘടനയിൽ കേന്ദ്രം അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി സ്വർണത്തിന്റെ GST 1% കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേന്ദ്രം ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ ഉപഭോക്താക്കൾക്ക് കോളടിക്കും. വില കത്തിക്കയറുമ്പോൾ സ്വർണം വാങ്ങാൻ EMI സൗകര്യം ഏർപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. സ്വർണവില 3,00,000-ലാണ് നിൽക്കുന്നത്. പണിക്കൂലിയടക്കം കയ്യിലെത്തുമ്പോൾ വില അതിലും ഉയരും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വർണവിലയിലുണ്ടായ വൻ വർധന നിരവധി ഉപഭോക്താക്കളെ സ്വർണവിപണിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അവരെ തിരികെ എത്തിക്കാനും ഇത് സഹായിക്കുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. കാർഷിക വിപണിയിൽ അടുത്ത വാരം മഴമേഘങ്ങൾ വീണ്ടും റബ്ബർ കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. മറ്റു രാജ്യങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. ടാപ്പിംഗ് മിക്കവാറും മുടങ്ങിക്കിടക്കുകയാണ്. ചരിത്ര നേട്ടം കൈവരിക്കാൻ ഉത്സവ ഡിമാൻഡിൽ കുരുമുളകിനാവുമെന്ന് ഉൽപാദകർ. ജാതിക്കയിലും ഡിമാൻഡ് ഉയരുന്നു. ഓണമെടുത്തതോടെ വെളിച്ചെണ്ണ വിപണി സജീവമാക്കാൻ മില്ലുകാർ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായതോടെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലായി. ചിങ്ങം പിറന്നതോടെ മഴയ്ക്ക് ശമനം കണ്ടു തുടങ്ങിയത് തുടർച്ചയായ ദിവസങ്ങളിൽ റബ്ബർ ടാപ്പിംഗിന് സാഹചര്യം ഒരുക്കുമെന്ന നിഗമനത്തിലായിരുന്നു കേരളത്തിലെ റബ്ബർ ഉൽപാദകർ. വാരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കർഷകർ പുലർച്ചെ തന്നെ തോട്ടങ്ങളിൽ ഇടം പിടിച്ചത് വ്യവസായികൾക്കും ആശ്വാസം പകർന്നു. ഏതാനും മാസങ്ങളായി സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് മന്ദഗതിയിലാണ്. എന്നാൽ ന്യൂനമർദ്ദം മൂലം മഴമേഘങ്ങൾ സജീവമായതിനാൽ ഇനി ഓണത്തിന് ശേഷം മാത്രമേ മികച്ച അവസരം ഉൽപാദകർക്ക് കൈവരിക്കാനാകൂ. ടയർ നിർമ്മാണത്തിനാവശ്യമായ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 191 രൂപയിലും 5ാം ഗ്രേഡ് 187 രൂപയിലുമാണ് ഇടപാടുകൾ നടക്കുന്നത്. വിപണിയിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ വില ഉയരുമെന്ന പ്രതീക്ഷ കാർഷിക മേഖലയ്ക്കുണ്ട്. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിൽ റബ്ബർ കിലോ 189 രൂപയിലേക്ക് താഴ്ന്നത് വ്യവസായികളെ വിദേശ റബ്ബറിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിൽ ഈ സീസണിൽ കുരുമുളക് റെക്കോർഡ് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയതിനാൽ വില നിത്യേന 200 രൂപ വീതം ഉയർന്നു. നേരത്തെ തുടർച്ചയായി 21 ദിവസം പ്രതിദിനം 100 രൂപ വീതം കയറിയ ശേഷമാണ് കൂടുതൽ മികവിന് കുരുമുളക് ശ്രമം തുടങ്ങിയത്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില 71,400 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $8,300 ചുവടുവെച്ചു. ഇതര ഉൽപാദന രാജ്യങ്ങളും നിരക്കുയർത്തുന്നുണ്ട്. ക്രിസ്തുമസ് ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണത്തിന് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും വൻകിട സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ നീക്കം തുടങ്ങി. വ്യവസായികളും കയറ്റുമതിക്കാരും മികച്ച ഇനം ജാതിക്ക ശേഖരിക്കാൻ വിപണിയിൽ ഉത്സാഹിച്ചു. ഉണക്ക് കൂടിയ ഇനങ്ങൾക്ക് ആകർഷകമായ വില ഉറപ്പുവരുത്താൻ സ്റ്റോക്കിസ്റ്റുകൾക്കായി. ഹൈറേഞ്ച് ജാതിക്ക പരിപ്പ് ഈ വർഷത്തെ ഏറ്റവും മികച്ച തലമായ കിലോ 620 രൂപ വരെയും ജാതിക്ക തൊണ്ടൻ 350 രൂപയിലുമാണ് ഇടപാടുകൾ പുരോഗമിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി ചുരുങ്ങിയതും മികച്ച ജാതിക്കയുടെ ലഭ്യതയിലെ തളർച്ചയും വ്യവസായികളെ അസ്വസ്ഥരാക്കുന്നു. കാലടി വിപണിയിൽ ജാതിക്ക തൊണ്ടൻ കിലോ 300 രൂപയിലും ജാതി പരിപ്പ് 600 രൂപയിലുമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ജാതിക്ക, ജാതിപത്രി, ജാതി ഫ്ലവർ തുടങ്ങിയവയ്ക്കും അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. വെളിച്ചെണ്ണ വിപണി തിരിച്ചുവരവിന് ശ്രമം തുടരുകയാണ്. കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 36,800 രൂപയിലാണ് നീങ്ങുന്നത്. ഇവിടെ കൊപ്ര വില 21,900 രൂപയിലും കാങ്കയത്ത് 21,300 രൂപയിലും ഇടപാടുകൾ പുരോഗമിക്കുന്നു. മുന്നിലുള്ള ദിവസങ്ങളിൽ നിരക്കുയരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതേസമയം സംസ്ഥാന സർക്കാർ താഴ്ന്ന വിലയ്ക്ക് എണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കുമെന്ന പ്രഖ്യാപനം ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാരെ രംഗത്ത് നിന്നും പിന്നോക്കം വലിച്ചിട്ടുണ്ട്.
ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മാരുതി സുസുക്കിയുടെ പുതിയ SUV വരുന്നു. നോക്കാം നിരത്ത് കീഴടക്കാനെത്തുന്ന ഹൈബ്രിഡ് മോഡലിന്റെ വിശേഷങ്ങളിലേക്ക്. അടുത്ത മാസം ആദ്യം മാരുതി സുസുക്കി അതിന്റെ മോഡൽ ശ്രേണിയിൽ ഒരു പുതിയ SUV അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്, അതും ഹൈബ്രിഡ്. മാരുതി സുസുക്കി എസ്ക്യൂഡോ ഹൈബ്രിഡിന്റെ ഓൺ റോഡ് വില ഏകദേശം 10 ലക്ഷം രൂപ മുതലാണ്. വേരിയന്റും സവിശേഷതകളും അനുസരിച്ച് 17.99 ലക്ഷം രൂപ വരെയാകാം. വരുന്ന സെപ്റ്റംബർ 3 ഔദ്യോഗിക ലോഞ്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ വിൽപ്പന അരീന ഡീലർഷിപ്പ് ശൃംഖല വഴിയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈബ്രിഡ് CNG പതിപ്പുകളിൽ പ്രധാന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ പ്രതീക്ഷിക്കാം. ഈ പുതിയ മോഡലിന്റെ സാങ്കേതിക സവിശേഷതകളെക്കുറിച്ച് മാരുതി ഇപ്പോഴും മൗനത്തിലാണ്. വിറ്റാരയുടെയും അപ്ലിഫ്റ്റഡ് എർട്ടിഗയുടെയും പണിപ്പുരയിലാണ് നിലവിൽ മാരുതി. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കീഴിലുള്ള ശ്രേണിയിലായിരിക്കും എസ്ക്യൂഡോ ഹൈബ്രിഡിന്റെ സ്ഥാനം. ക്രെറ്റ, സെൽറ്റോസ്, എലിവേറ്റ് എന്നിവയായിരിക്കും എസ്ക്യൂഡോയുടെ പ്രധാന എതിരാളികൾ. OnePlus Nord Bud 3R വയർലെസ് ഇയർബഡുകൾ പുറത്തിറക്കി. ഓപ്പൺ സെയിൽ സെപ്റ്റംബർ 8 മുതൽ. ഇന്ത്യയിലെ എൻട്രി ലെവൽ വിഭാഗത്തിലാണ് പുതിയ ഇയർബഡുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഫീച്ചറുകളും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. വെള്ളത്തെയും പൊടിയെയും പ്രതിരോധിക്കുമെന്നതാണ് പ്രധാന സവിശേഷതയായി കമ്പനി ഉയർത്തിക്കാട്ടുന്നത്. കോളുകൾക്കായി ഇയർബഡുകളിൽ AI നോയ്സ് റദ്ദാക്കൽ, ബീം ഫോമിംഗ്, ആന്റി വിൻഡ് ഡിസൈൻ എന്നിവയുള്ള ഇരട്ട മൈക്രോഫോണുകൾ ഉണ്ട്. ഇവയിൽ ഡ്യുവൽ ഡിവൈസ് കണക്ഷനും ലഭ്യമാണ്. OnePlus Nord Buds 3Rന് 1799 രൂപയാണ് വില. ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി OnePlus 1599 രൂപയെന്ന ഓഫർ വിലയ്ക്ക് ഇവ വിൽക്കും. ഓറ ബ്ലൂ, ആഷ് ബ്ലാക്ക് എന്നീ 2 കളർ ഓപ്ഷനുകളിൽ ഇയർബഡുകൾ ലഭ്യമാകും. OnePlus സ്റ്റോർ ആപ്പ്, OnePlus എക്സ്പീരിയൻസ് സ്റ്റോറുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ക്രോമ, റിലയൻസ്, ബജാജ് ഇലക്ട്രോണിക്സ്, മറ്റു പ്രമുഖ സ്റ്റോറുകൾ എന്നിവയിലുടനീളം സെപ്റ്റംബർ 8 മുതൽ ഇത് ഓപ്പൺ സെയിൽ ആരംഭിക്കും. വിനോദവാരം. ഈ സെപ്റ്റംബർ വെബ് സീരീസ് പ്രേമികൾക്കുള്ളതാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന വെബ് ഷോ വിശേഷങ്ങൾ അറിയാം. വെനസ്ഡേ സീസൺ 2 അമാനുഷിക രഹസ്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സീരീസ് 1ാം ഭാഗത്തിന്റെ തുടർച്ചയാകും. പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ജെന്ന ഒർട്ടേഗയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത്. അവർ നെവർമോർ അക്കാദമിയിലേക്ക് മടങ്ങുകയും മറ്റൊരു അതിശയിപ്പിക്കുന്ന അമാനുഷിക രഹസ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ വെനസ്ഡേ ആഡംസിന്റെ കുടുംബാംഗങ്ങളുമായുള്ള സമവാക്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. സെപ്റ്റംബർ 3 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. മാർക്ക് റുഫാലോ നയിക്കുന്ന 7 എപ്പിസോഡുകളുള്ള HBO പരമ്പരയാണ് ടാസ്ക്. അമേരിക്കൻ ക്രൈം ഡ്രാമ മിനി സീരീസ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ടാസ്ക്. അക്രമാസക്തമായ ഭവന അധിനിവേശ കവർച്ചകളുടെ ഒരു പരമ്പര അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു FBI ഏജന്റിന്റെ കഥ കൂടിയാണിത്. ഒരു കുടുംബനാഥൻ നടത്തുന്ന ഡ്രഗ് ഹൗസ് കവർച്ചകളുടെ പരമ്പര അവസാനിപ്പിക്കാൻ ഫിലാഡൽഫിയയിലെ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു ടാസ്ക് ഫോഴ്സിനെ നയിക്കുന്ന FBI ഏജന്റായ ടോം ആയിട്ടാണ് പരമ്പരയിൽ മാർക്ക് റഫലോ അഭിനയിക്കുന്നത്. സെപ്റ്റംബർ 8 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ടാസ്ക് എത്തുന്നത്. ഒൺലി മർഡേഴ്സ് ഇൻ ദി ബിൽഡിംഗ് സീസൺ 5ന്റെ ആദ്യ 3 എപ്പിസോഡുകൾ സെപ്റ്റംബർ 9 ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. സ്റ്റീവ് മാർട്ടിൻ, മാർട്ടിൻ ഷോർട്സ്, സെലീന ഗോമസ് എന്നിവരുടെ തിരിച്ചുവരവിനെയാണ് ഈ സീസൺ അടയാളപ്പെടുത്തുന്നത്. സീസൺ 4ന്റെ അവസാനത്തിൽ കൊല്ലപ്പെട്ട ആർക്കോണിയോ ഡോർമാൻ ലെസ്റ്ററിന്റെ കൊലപാതക രഹസ്യം കൈകാര്യം ചെയ്യുന്നതാണ് കഥ. കഴിഞ്ഞ സീസണിന്റെ ഫൈനലിൽ ചുരുങ്ങിയ സമയം മാത്രമുണ്ടായിരുന്ന ടിയോ ലിയോണി സീസൺ 5ൽ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദി മോർണിംഗ് ഷോയുടെ 4ാമത്തെ സീസൺ 2025 സെപ്റ്റംബർ 17 ആപ്പിൾ TV+ൽ പ്രീമിയർ ചെയ്യും. 3ാം സീസണിന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് 4ാം ഭാഗം വരുന്നത്. 2 കമ്പനികളുടെ ലയനം, അധികാരികളെ നേരിടൽ, വാർത്താമുറിയിലെ ഗൂഢാലോചനകൾ, ഡീപ് ഫേക്കുകൾ എന്നിവയാൽ നിറഞ്ഞ ഒരു ലോകത്ത് അവിശ്വാസത്തിലൂടെ മുന്നേറുന്ന കഥ വ്യക്തിപരമായ വെല്ലുവിളികളിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുമെന്നാണ് പ്രതീക്ഷ.
ജെന്നിഫർ ആസ്റ്റൺ, റീൽസ് വെതർസ്പൂൺ എന്നിവരോടൊപ്പം 4ാം സീസണിലെ താരനിരയിൽ ബില്ലി ക്രുഡക്, കാരൻ പിറ്റ്മാൻ, നിക്കോൾ ബെഹാരി, മാർക്ക് ഡുപ്ലാസ്, ഗ്രേറ്റ ലീ എന്നിങ്ങനെ വലിയ താരനിരയുണ്ട്. ആഴ്ചകൾ തോറുമുള്ള എപ്പിസോഡുകളായെത്തുന്ന ഷോ നവംബർ 19 അവസാനിക്കും. ബോളിവുഡ് കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ സംവിധാനം ചെയ്യുന്ന പരമ്പര ദ ബാഡ്സ് ഓഫ് ബോളിവുഡ് സെപ്റ്റംബർ 18 നെറ്റ്ഫ്ലിക്സിൽ കാണാം. ബോബി ഡിയോൾ, മനീഷ് ചൗധരി, സഹേർ ബംബ, ഗൗതമി കപൂർ എന്നിങ്ങനെ പ്രതിഭാധനരായ ഒരു കൂട്ടം അഭിനേതാക്കൾക്കൊപ്പം രൺവീർ സിംഗ്, സൽമാൻ ഖാൻ, കരൺ ജോഹർ എന്നിവരുടെ അതിഥി വേഷങ്ങളും ഈ ഷോയിൽ ഉൾപ്പെടുന്നു. ആക്ഷേപഹാസ്യം, നാടകം, ഡാർക്ക് കോമഡി എന്നിവയുടെ മിശ്രിതമാണിത്. പുറത്തുനിന്നുള്ളവരുടെ പോരാട്ടങ്ങളും സിനിമാ വ്യവസായത്തിനുള്ളിലെ അധികാര പോരാട്ടങ്ങളും കഥ പറയുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനം ടൈക്കോൺ കേരള 2025 നവംബർ 21-നും 22-നും ഇടയിൽ കുമരകത്ത്. ഇൻവെസ്റ്റേഴ്സ് ഫൗണ്ടേഴ്സ് കമ്മ്യൂണിറ്റി മീറ്റിംഗ് സെപ്റ്റംബർ 10 കൊച്ചി തോപ്പുംപടിയിൽ. ഇതോടെ ബിഗ്സ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.